വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, വാളെടുത്തവൻ വെളിച്ചപ്പാട്. ഇപ്പോ എന്ത് സംഭവിച്ചാൽ അത് എങ്ങനെ നേരെ കൊണ്ടുപോയി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്ക് കണക്ട് ചെയ്യാമെന്നാണ് പ്രധാന ചിന്ത. അതിന് പോലീസിലെ ചില ക്രിമിനൽ ഉദ്യോഗസ്ഥർ വഴിയുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പറഞ്ഞത് മനസ്സിലായല്ലോ പ്രേക്ഷകർക്ക്. തിരുവനന്തപുരത്തെ സംഭവം, വീട്ടുജോലിക്കാരിയായ നെടുമങ്ങാട് സ്വദേശി ബിന്ദു എന്ന ദളിത് സ്ത്രീയോട് കാട്ടിയ പോലീസ് ക്രൂരത, അതിനെതിരെ നടപടി ഉണ്ടാവണം എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. നടപടി എടുത്തു. ആ SIയെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. പേരൂർക്കടയിലെ SIയെ ഈ ദളിത് സ്ത്രീയെ രാത്രി മുഴുവൻ സ്റ്റേഷനിൽ ഇരുത്തി പീഡിപ്പിച്ച, അതായത് അവർക്ക് വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതിരുന്ന അതിൻ്റെ പേരിലും, അന്വേഷണം വഴിതിരിച്ച് വിട്ടതിൻ്റെ പേരിലും, മര്യാദയ്ക്ക് അന്വേഷിക്കാത്തതിൻ്റെ പേരിലും പേരൂർക്കടയിലെ SIയെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു സർക്കാർ. നടപടിയെടുത്തു. പക്ഷെ അവിടെ നടന്നത് ശുദ്ധ തോന്നിയാസമാണ്. പോലീസിലെ ക്രിമിനലിന്റെ ആക്ടിവിറ്റിയാണ് നടന്നത്. ഒരു വീട്ടമ്മ പരാതി കൊടുക്കുന്നു, എൻ്റെ വീട്ടിലെ സ്വർണം മോഷണം പോയി, അത് വേലക്കാരി കൊണ്ടുപോയി എന്ന് ഒരു തെളിവില്ലാതൊരു പരാതി കൊടുക്കുന്നു. അറിയാമല്ലോ, കൂടുതൽ വിശദീകരിക്കുന്നില്ല ഞങ്ങൾ. ആ സ്ത്രീയെ, പാവം സ്ത്രീയെ വിളിപ്പിക്കുന്നു. പോലീസ് അവരെ സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ട് പീഡിപ്പിക്കുന്ന പറഞ്ഞാൽ എങ്ങനെ? അവർക്ക് മനുഷ്യാവകാശം ഉറപ്പു നൽകുന്ന ഒന്നും നൽകാതെ ബുദ്ധിമുട്ടിക്കുന്നു. അവരെ രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുന്നു. ബന്ധുക്കൾ വന്നിട്ട് കാണാൻ സമ്മതിക്കുന്നില്ല, അവരുടെ ഭർത്താവും ഒക്കെ വന്നിട്ട്. എത്ര ക്രൂരമായിട്ടാണ് പേരൂർക്കടയിലെ പോലീസ്, SIയും അവിടുത്തെ പോലീസും പ്രവർത്തിച്ചത്. അതിന്റെ നടപടി സ്വീകരിച്ചു, ഗവൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷെ എന്താ പ്രശ്നം? അതിനെ വളച്ചൊടിച്ചിട്ട് ഈ ബിന്ദുവിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ട് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കാണുന്നു. കൊണ്ടുവന്നത് ഒരു അഭിഭാഷകൻ, വക്കീലാണ്. എന്നിട്ട് ഈ പ്രശ്നം അവതരിപ്പിക്കുന്നു. അവരൊരു പാവം സ്ത്രീ, അവർ കുറച്ചു നേരം അവിടെ ഇരുന്നതെല്ലാം പറഞ്ഞ് അവർ പരാതി കൊടുത്തതു. അത് കഴിഞ്ഞിട്ട് വക്കീൽ വിശദമായിട്ട് അഭിഭാഷകൻ ഈ കാര്യങ്ങൾ P ശശിയോട് സംസാരിക്കുന്നു. നടപടി എടുത്തിരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. ഇതെല്ലാം നടന്നതിന് ശേഷവും പുറത്തു വന്നിട്ട് ഈ സ്ത്രീ ഒരു നിമിഷത്തിൽ ഒരു വാചകം ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു പോയതിനെ എടുത്ത് സംസാരിക്കുന്ന മാധ്യമങ്ങളുടെ പരിപാടി ഉണ്ടല്ലോ. എന്താ പറഞ്ഞത്? അവർ പറഞ്ഞു, ഞാൻ കൊണ്ട് പരാതി കൊടുത്തു, ആ പരാതി നോക്കിയില്ല, അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് അത് മാധ്യമങ്ങൾ അത് ചവറ്റുകുട്ടയിലിട്ടു എന്നാക്കി. ആര്? P ശശി. എത്ര വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നടന്നതെന്ന് പറഞ്ഞിട്ട് ഈ പുറത്ത് കഥകൾ ഉണ്ടാക്കുന്നത്. P ശശി ആ അപേക്ഷ ഇവിടെ വാങ്ങിവെച്ചു. ആ സ്ത്രീ പറഞ്ഞത് കേട്ടു. അവർക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ പുറത്തേക്ക് മാറി. വക്കീല്, അഭിഭാഷകൻ, അവരുടെ കൂടെ വന്ന അഭിഭാഷകനെല്ലാം സംസാരിച്ചു. നടപടി എടുത്തിരിക്കുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. നടപടി എടുക്കുകയും ചെയ്തു. ബാക്കി തുടർ അന്വേഷണം നടക്കുകയാണ്. വേറെ ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൻ്റെ തുടർന്ന് പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഈ ക്രിമിനൽ ആക്ടിവിറ്റി നടന്ന എവിടെയാണ്? പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ. പിന്നെ ഈ വ്യാജ പരാതി, അവരുടെ സ്വർണം പോയി വേലക്കാരിയെ സംശയിക്കുക, ഏത് വീട്ടിലും ഉള്ളൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന, അപ്പോൾ അവർ മോട്ടിച്ചോണ്ട് പോകും എന്ന് പറയുന്ന ജാതി വരെ അതിൻ്റെ അകത്തുണ്ട്. ജാതിയുമുണ്ട്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് അവർക്കെതിരെ ഒരു പരാതി വീട്ടമ്മ കൊടുക്കുന്നു. പോലീസ് പോയി സർവ്വ ക്രൂരതയും കാണിക്കുന്നു. അവരെ വിളിച്ചു വരുത്തുന്നു. അവർക്ക് മനുഷ്യാവകാശങ്ങളൊന്നും അനുവദിക്കുന്നില്ല. വളരെ ക്രൂരമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നു. അവസാനം പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നാ പൊക്കോളാൻ പറയുന്നത്. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് പോലീസ് ചെയ്തത്, പേരൂർക്കട പോലീസ്. അതിനെയാണ് നടപടി എടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ ഈ പരാതി കൊടുത്ത ഈ സ്ത്രീയെ, ഈ വീട്ടമ്മയ്ക്ക് പശ്ചാത്താപം വേണ്ടേ? അവരിപ്പോൾ വരെ കമാന്ന് വേണ്ടിയിട്ടുണ്ടോ അറിയില്ല, ഞങ്ങൾ കണ്ടില്ല ഒരു മീഡിയയിലും. അവർക്കൊരു കുറ്റബോധമുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വീട്ടിൽ സ്വർണം മോഷണം പോയില്ല, എവിടെയോ മാറ്റി വെച്ചത് പിന്നീട് കണ്ടെടുത്തു. അതിന്റെ പേരിൽ സ്വന്തം വീട്ടുകാരുടെ ഇല്ലായ്മയുടെ പേരിൽ അവരെവിടെയോ വെച്ച സ്വർണം, ഈ സ്വർണവും ക്യാഷും ഒക്കെ നമ്മൾ വീട്ടിൽ വെക്കുന്നത് വളരെ സൂക്ഷിച്ച് ഒതുക്കി എവിടെയെങ്കിലും പാത്തൊക്കെ വെക്കും, അല്ലെ ലോക്കറി വെക്കുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് വെക്കും. അപ്പൊ നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല, അവിടെ നിന്ന് എടുത്ത് മറ്റേടത്ത് വെച്ചിട്ടുണ്ടാവും, ഓർമ്മ കാണില്ല. എന്നിട്ട് വീട്ടിൽ വരുന്ന വേലക്കാരിയെ പ്രതിയാക്കുക, കേസ് കൊടുക്കുക. ഇതൊക്കെ എന്തൊരു മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് ഈ വീട്ടമ്മ കാണിച്ചത്. പിന്നെ അവസാനം സ്വർണം കണ്ടെടുത്തു എന്ന് പോലീസ് വിളിച്ചു പറയുന്നു. എന്നാൽ ഈ സ്ത്രീയെ ഒന്ന് ആശ്വസിപ്പിക്കാനോ, ഈ ബിന്ദു എന്ന് പറയുന്ന പാവം ദളിത് സ്ത്രീയെ ഒന്ന് ആശ്വസിപ്പിക്കാനോ, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനോ ഇവരാ വഴിക്ക് വന്നോ ഈ വീട്ടമ്മ? അപ്പൊ അവർക്കെതിരെ എന്ത് നിയമ നടപടി എടുക്കാൻ പറ്റും എന്നതും നിയമത്തിൽ നമ്മൾ പരിശോധിക്കണം. വ്യാജ പരാതി കൊടുക്കുക,
അല്ലെങ്കിൽ പോട്ടെ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഒരു പരാതി കൊടുത്ത അത് വ്യാജമാണെന്നും അതിൽ ഒരു അടിസ്ഥാനമില്ലാതെന്നും തിരിച്ചറിയുമ്പോൾ ആ പരാതി കൊടുത്ത ആളിനൊരു ധാർമ്മിക ബോധം ആ ആളിനോട്, ആ ഇരയാക്കപ്പെട്ട ആളിനോട് വേണ്ടേ? ആരാവട്ടെ, ഇരയാക്കപ്പെട്ട ആളിനോട് വേണ്ടേ? സമൂഹത്തിനോട് വേണ്ടേ? അതിനെപ്പറ്റി ഒരു ചർച്ചയും ഒരു മാധ്യമങ്ങളിലും ഒരു ചർച്ചയും ഇല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന പരാതി ചവറ്റുകുട്ടയിൽ വലിച്ചെറിഞ്ഞു, നീതി കിട്ടിയില്ല. എന്തൊക്കെ കഥകളാ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിറയ്ക്കുന്നത് ഓരോ ദിവസങ്ങളും ഈ ഗവൺമെന്റിനെതിരെ, അല്ലെ LDF സർക്കാരിനെതിരെ. ഇതൊന്നും അധികകാലം ഈ വണ്ടികളൊന്നും ഓടത്തില്ല. ഇത് താൽക്കാലിക ആയുസ് മാത്രമേ ഉള്ളൂവെന്ന് മാധ്യമങ്ങളും ഇതിൽ ഇടപെടുന്ന പോലീസുകാരും ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോലീസിൽ ഒരു ചെറിയ ശതമാനം ക്രിമിനൽസ് ഉണ്ട്, കൊടും ക്രിമിനൽസ് ഉണ്ട്. ഈ നാട്ടിലെ ഗുണ്ടാ മാഫിയകളെക്കാൾ വലിയ ക്രിമിനൽസ് പോലീസ് ഫോഴ്സിലുണ്ട്. അങ്ങനെയുള്ളവരുള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, സർക്കാരിന്റെ പ്രതിച്ഛായയെ നശിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അത് വളരെ ഉരുക്കുമുഷ്ടിയോടെ നേരിടുക എന്നുള്ളത്. അങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റി മൈൻഡുള്ള പോലീസുകാരെ നിലയ്ക്ക് നിർത്തണം. ഒരു വിട്ടുവീഴ്ച അതിൻ്റെ അത് പാടില്ല. അതാണ് ഇപ്പൊ പേരൂർക്കടയിലെ സംഭവത്തിലെ ബിന്ദുവിന്റെ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടും അതൊന്നും ആർക്കും ചർച്ചയാക്കേണ്ട യാതൊരു താല്പര്യമില്ല.